നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രത്യേകിച്ച് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു, ആദ്യ കുർബാനയുടെ ഫോട്ടോ. ആ ഫോട്ടോ ഞാൻ നോക്കിയപ്പോൾ എന്റെ ഇങ്ങനെയല്ല, ഇങ്ങനെ മുഖത്ത് ടെൻഷനൊന്നുമില്ല, ഒരു എന്താ പറയാ, ഒരു നിഷ്കളങ്കമായ ചിരിയുള്ള ഒരു ഫോട്ടോ. അപ്പൊ ഞാൻ അണക്കരയിൽ 29ാമത്തെ വയസ്സിൽ ഞാൻ ധ്യാനം കൂടി. ആ ധ്യാനത്തിന് ശേഷം എനിക്ക് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ശരിക്കും അനുഭവപ്പെട്ടു. ആ സ്കാൻ റിപ്പോർട്ടിൽ രണ്ട് കാര്യങ്ങളും നോർമലായി. സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ആദ്യമേ തന്നെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ദൈവം നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ആ അനുഗ്രഹങ്ങളെല്ലാം ഇവിടെ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ദൈവം നൽകിയ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 4 മുതൽ ഉള്ള തിരുവചനങ്ങൾ, 4-5 തിരുവചനങ്ങൾ ഞാൻ ഒന്ന് വായിക്കുകയാണേ. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ഞാൻ കുറച്ച് നാൾ മുന്നേ, അതായത് ഒരു വർഷം മുന്നേ, ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ എന്നും കുർബാനയ്ക്ക് പോയിട്ട് തിരിച്ചു വരും. അതായത് കുർബാന കൂടിയാൽ മതി, എല്ലാം ആയി, അങ്ങനെ ചിന്തയായിരുന്നേ. കുർബാന എന്നും കൊണ്ടും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും. അപ്പോ അത്യാവശ്യം നല്ല ക്രിസ്ത്യാനിയായി അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പോഴാണ് എന്നും ജോലി തുടങ്ങുന്നതിന് ഞാൻ ഒരു വചനം എടുക്കും. അപ്പൊ ഓരോ ദിവസം ഓരോ വചനം റാൻഡമായിട്ട്. പക്ഷെ ഈ വചനം എടുത്തേ പിന്നെ ഇതെനിക്ക് ശരിക്കും ഹൃദയത്തിൽ ഇങ്ങനെ തട്ടി. ആദ്യം ഉണ്ടായ സ്നേഹം നീ കൈവിടുന്നു. ഞാൻ എത്ര ആലോചിച്ചിട്ടും ഞാൻ ദൈവത്തെ സ്നേഹിച്ചിട്ടുണ്ടോ, അങ്ങനെ ഒരു ചിന്തയായി എനിക്ക്. ഞാൻ സ്നേഹിച്ചിട്ടുണ്ടോ, അങ്ങനെ ഞാനിങ്ങനെ കുറെ നാളായി ചിന്തിക്കുന്നു. അതിനുശേഷം നന്മമരത്തിൽ ചേർന്നു. ഈ അടുത്ത് എന്റെ ചേച്ചി എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു, ആദ്യ കുർബാനയുടെ ഫോട്ടോ. ആ ഫോട്ടോ ഞാൻ നോക്കിയപ്പോൾ എന്റെ ഇങ്ങനെയല്ല, ഇങ്ങനെ മുഖത്ത് ടെൻഷനൊന്നുമില്ല, ഒരു എന്താ പറയാ, ഒരു നിഷ്കളങ്കമായ ചിരിയുള്ള ഒരു ഫോട്ടോ. അപ്പൊ ഞാൻ ആ സമയം തൊട്ട് നിങ്ങളോട് പങ്കുവെക്കാൻ ഓർക്കുവാണേ. അതായത് ഞാൻ ആദ്യ കുർബാന എല്ലാവരുടെയും 4-ാം ക്ലാസ്സിൽ ആദ്യ കുർബാന കഴിഞ്ഞു, 5-ാം ക്ലാസ്സിൽ സ്റ്റൈലേവൻ കഴിഞ്ഞു. ആ സമയത്ത് ഇങ്ങനെ ദൈവം ഒരു ചിന്ത ഉള്ളിലോട്ട് തരുവാണ്, ബൈബിള് വായിച്ചു തീർക്കണം. അപ്പൊ അങ്ങനെ ആ കുഞ്ഞുനാളിൽ തന്നെ ദൈവം സഹായിച്ച് എന്റെ മീൻസ് ദൈവം സഹായിച്ച് മുഴുവൻ ബൈബിളും വായിച്ചു തീർക്കാൻ, സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു തീർക്കാനുള്ള ഒരു കൃപ എനിക്ക് കിട്ടിയേ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വേറൊരു ചിന്ത എനിക്ക്, അതായത് പുറകിൽ ബെഞ്ചിലൊക്കെ അലമ്പന്മാരൊക്കെ ഉണ്ടാവില്ലേ, അവരുമായിട്ട് കൂട്ടുകൂടി അവരെ കൂടെ ദൈവത്തിലോട്ട് അടുപ്പിക്കുക. കുഞ്ഞുനാളല്ലേ. അപ്പം ഇത് എത്രത്തോളം മണ്ടത്തരാണെന്ന് എനിക്കറിയത്തില്ല അന്ന്. അപ്പൊ എനിക്കിങ്ങനെ പേഴ്സണലായിട്ട് ഷെയർ ചെയ്യാൻ ആരുമില്ല. അന്ന് ശരിക്കും ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഈ നന്മവനും കുഞ്ഞു നന്മവരും ടീംസും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ അതെ ഓർത്തു പോവാണേ. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് അറിയാൻ റിസൾട്ട് അറിയാം, ഞാൻ ആരെ നന്നാക്കിയില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്റെ അവസ്ഥ എത്രത്തോളം പരിതാപകരമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ദൈവസ്നേഹം കൈവിട്ടു, നല്ല അഹങ്കാരിയായി. ദൈവസ്നേഹം കൈവിട്ടാൽ അഹങ്കരിക്കും, സ്വാഭാവികമായിട്ടും ഞാനെന്ന് ഭാവമായി. അങ്ങനെ അത്യാവശ്യം ഉഴപ്പനായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിന്റെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ദൈവം അനുസരിച്ചല്ല പോകുന്നെങ്കിൽ നമ്മളെ ട്രാക്കിലാക്കാനായിട്ട് നമുക്കൊരു മരുഭൂമി അനുഭവം ഉണ്ടാവും. എനിക്ക് ആ അനുഭവം കിട്ടിയത് എഞ്ചിനീയറിംഗിന് ശേഷമാണ്. നല്ല മാർക്കോടെ എഞ്ചിനീയറിംഗ് പാസ്സായി. പക്ഷേ അതിനുശേഷം ഒരു ജോലി കിട്ടുന്നില്ല. ജോലിക്ക് വേണ്ടിയുള്ള സ്ട്രഗിളിങ് വർഷങ്ങൾ എടുത്തു നല്ലൊരു ജോലി കിട്ടാനായിട്ട്. എന്റെ 29ാമത്തെ വയസ്സിലാണ് ഞാൻ അണക്കരയിൽ ഒരു ധ്യാനം കൂടി. അപ്പൊ ഇതിനിടയ്ക്ക് കുറച്ച് കാലങ്ങൾ ഞാൻ ബാംഗ്ലൂരായിരുന്നു കുറച്ച് വർഷങ്ങൾ. ആ സമയത്ത് RRC ധ്യാന കേന്ദ്രം എനിക്ക് വലിയൊരു അഭയമായിരുന്നു. RRC ധ്യാന കേന്ദ്രം മാതാവിനെ ചേർത്ത് പിടിച്ച് ഒത്തിരി നന്മയിലോട്ട്, പഴയ നഷ്ടപ്പെട്ടു പോയ ദൈവാനുഭവങ്ങളൊക്കെ വീണ്ടെടുക്കാനായിട്ട് ഒത്തിരി സഹായിച്ചു. അതിനുശേഷം അണക്കരയിൽ 29ാമത്തെ വയസ്സിൽ ഞാൻ ധ്യാനം കൂടി. ആ ധ്യാനത്തിന് ശേഷം എനിക്ക് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ശരിക്കും അനുഭവപ്പെടാൻ തുടങ്ങി. എന്റെ ജോലി മേഖലയിൽ ദൈവം കൈവച്ചു, അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ വിവാഹ തടസ്സം മാറി പെട്ടെന്നാണ്. പിന്നീട് ഇങ്ങോട്ട് ഉള്ള ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തെ കൈവിട്ടുന്നല്ല, ദൈവം എന്നെ കൈവിട്ടു എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ദൈവം അങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു. അതിനുശേഷം മരുഭൂമിക്ക് ശേഷം ഇസ്രായേൽ ജനത്തിന് കിട്ടിയ പോലെ ഒരു ചെങ്കടല് വിഭജിക്കുന്ന, അല്ല ജോർദാൻ വിഭജിക്കുന്ന ഒരു, അങ്ങനെ ദൈവം നേരിട്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു അനുഭവമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. 1 യോഹന്നാൻ 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സുപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹമെന്ന്. അപ്പം ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ, രണ്ടുപേർക്കും വിവാഹത്തിന് മുൻപേ തന്നെ രണ്ടുപേർക്കും വിശുദ്ധ കുർബാനയോട് ഒരു വല്ലാത്ത സ്നേഹം ഉണ്ടായിരുന്നേ. പറ്റുന്ന എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകണമെന്ന് ഒരുപോലെ ആഗ്രഹിച്ചു. അപ്പം വിവാഹം കഴിഞ്ഞിട്ടും ഞങ്ങൾ അതിനുവേണ്ടി ഇങ്ങനെ ദാഹിച്ചായിരുന്നു. അപ്പം ഓരോ ദിവസവും ഇന്ന് വിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കാൻ, ചില സാഹചര്യങ്ങളോട് മുടങ്ങാനൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ടല്ലോ, അപ്പം മുടങ്ങാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഒരിക്കലും നമ്മുടെ ഒരു കഴിവും കൊണ്ട് ഈ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ആ ഒരു കൃപ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്കത് മനസ്സിലായി, നമ്മൾ എത്ര എഫോർട്ട് എടുത്താലും കാര്യമില്ല, ദൈവം കരുതണമെന്ന്. അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ഞങ്ങളിങ്ങനെ അന്ന് ഈ പേഴ്സണൽ പ്രെയറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ വിഷമതകളും സങ്കടങ്ങളും എല്ലാം പറയുന്നത് ഈ വിശുദ്ധ കുർബാനയുടെ സമയത്താണ്. ഈശോയോട് സംസാരിക്കുന്ന ഒരു വേദിയായിരുന്നേ.
അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടായി ബാംഗ്ലൂരും ഞാൻ എറണാകുളത്തുമായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം ഈശോയോട് പ്രാർത്ഥിച്ചത് ഞങ്ങളെ ഒന്നിച്ചാക്കണേന്നായിരുന്നു. 3 മാസത്തിനുള്ളിൽ ഏട്ടായിക്ക് അത്ഭുതകരമായിട്ട് വർക്ക് ഹോം കിട്ടുകയും എറണാകുളത്തേക്ക് മാറി താമസിക്കാൻ പറ്റുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 6-ാം മാസമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ചോദ്യം തുടങ്ങി, വിശേഷം ആയില്ലേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം ഒന്നോണം ഞങ്ങൾ ഈശോയോട് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ക്യാരിങ് ആയി. അതായത് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഉത്തരം തരുന്ന ഒരു ഈശോ. അപ്പൊ അങ്ങനെ വീണ്ടും നല്ല സന്തോഷമായി അങ്ങനെ പോകുന്നു. അപ്പൊ എവിടെയും നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു 3 കണ്ണീര് ഈ വിസ്തുർബാനയുടെ സമയത്ത് ഉണ്ടാവുന്നത്. അതായത് അനുതാപത്തിന്റെ കണ്ണീരുണ്ടാവും, പ്രാർത്ഥനയുടെ കണ്ണീരുണ്ടാവും, പിന്നെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ കൃതജ്ഞതയുടെ ഒരു കണ്ണീരുണ്ടാവും. അപ്പം ഈ ഒരു ഈ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണല്ലോ. അപ്പം ഇങ്ങനെ ആദ്യം ഞങ്ങൾ ഒന്നിച്ചായി, പിന്നെ ക്യാരിങ് ആയി. അപ്പൊ ഞങ്ങൾ അങ്ങനെ ആ സന്തോഷത്തിൽ ഈശോയായിട്ട് ചേർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സന്തോഷം മാത്രമല്ല കേട്ടോ, സങ്കടമുണ്ട്. കാരണം സഹനങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ. അതായത് ഈ ഭൂമിയിലോട്ട് നമ്മൾ മനുഷ്യൻ ആദത്തിന്റെ മക്കളായിട്ട് പിറന്നു വീണ എല്ലാവർക്കും സഹനം ഉണ്ടാവും. പക്ഷെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുക, അങ്ങനെയല്ലേ പറയുന്നത്? പ്രഭാഷണ പുസ്തകം 2-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കും, കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായതെന്നൊക്കെ പ്രഭാഷകൻ എഴുതി വെക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ ബൈബിളിൽ ഉടനീളം നോക്കുവാണെങ്കിൽ ഒത്തിരി വ്യക്തികളെ, കുടുംബങ്ങളെയൊക്കെ കാണാം കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരും ഭഗ്നാശരായിട്ടില്ല. അപ്പം നമ്മൾ എപ്പോഴും കുർബാനയിൽ ആശ്രയിക്കുക. അപ്പം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ദൈവം അനുവദിക്കുന്ന സാധനങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തോട് കടന്നു വരുള്ളൂ. അതാ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ സഹനങ്ങളെല്ലാം ദൈവം നന്മയാക്കി മാറ്റും. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ 2-3 അനുഭവങ്ങൾ പറയട്ടെ. അതായത് ക്യാരിങ് ആയി ഞങ്ങൾ ഇങ്ങനെ സന്തോഷത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ ഫസ്റ്റ് സ്കാനിങ് ചെയ്തു. ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് കണ്ടപ്പോൾ ഞങ്ങൾ ആകെ വീണ്ടും ഡൗൺ ആയി. അതായത് കുഞ്ഞിന് ഹെഡ് ബീറ്റ് പറ്റ കുറവായിരുന്നു. തീരെ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ലാത്ത രീതി കുറവായിരുന്നു. പിന്നെ ഫ്ലൂയിഡും ഇല്ല. അപ്പം നല്ല ഡ്രൈ ആണ്. അപ്പം ഡോക്ടർ, ഞങ്ങൾ ഫസ്റ്റ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറെയാണ് ആദ്യം കണ്ടത്. അപ്പൊ ആ ഡോക്ടർ ഒരു ഇതും ഇല്ലാതെ ഞങ്ങളോട് പറഞ്ഞു, ഒന്നും ഇല്ലാതെ അബോട്ട് ചെയ്ത് കളഞ്ഞേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം ഡോക്ടറോടും ദേഷ്യം തോന്നി. എനിക്ക് അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നേ. ഞങ്ങളുടെ വിശ്വാസം ആകെ ഡ്രൈ ആയ ഒരു സമയമായി. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ട് ചോദിക്കുന്ന എല്ലാം തരുന്നത് ഇത് ഭയങ്കരമായിട്ട് ഞങ്ങളെ മെന്റലായിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി കളഞ്ഞു. പിറ്റേ ദിവസം, അതായത് പിറ്റേ ദിവസം ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് കൺസൾട്ട് ചെയ്തിരുന്ന ആ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, അതെങ്ങനെയാണ് നമുക്ക്, അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ മനുഷ്യർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും അതിനകത്ത് ചെയ്യാനൊന്നുമില്ല. പിന്നെ നിങ്ങൾ 10 ദിവസം വെയിറ്റ് ചെയ്യുക, നമുക്ക് 10 ദിവസം നോക്കാം, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചൊരുങ്ങുക, ദൈവം അത്ഭുതം പ്രവർത്തിച്ചാലോ എന്ന് പറഞ്ഞു. അവിടെ ഞങ്ങൾക്ക് ഒരു പ്രത്യാശയായി, ചെറിയൊരു പ്രത്യാശ കിട്ടി ആ ഡോക്ടറുടെ വാക്കിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ച് നന്നായിട്ട് ഒരുങ്ങി. അതായത് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഈശോ ഞങ്ങൾക്ക് വേണോന്ന് യാചിച്ച് തന്നെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചേ. ഞങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് വീട്ടിലോട്ട് പോയി. ഈ 10 ദിവസം റെസ്റ്റ് വേണമെന്നല്ലോ, റെസ്റ്റ് എടുക്കാനായിട്ട് വീട്ടിലോട്ട് പോയി. റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി സ്കാൻ ചെയ്യാന്ന് വിചാരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തിയതിന്റെ പിറ്റേന്ന് തന്നെ അനിയന് ചിക്കൻ ബോക്സ് പിടിവിട്ടു. അപ്പൊ ഞങ്ങൾ ആ കൂടെയാണ് താമസിച്ചിരുന്നത്. മുന്നേ അനിയൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ്. എന്തായാലും അനിയന് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും വരുമെന്ന് ഉറപ്പായി. അപ്പൊ ഇങ്ങനെ ടെൻഷനായി. പക്ഷേ ദൈവം ചിക്കൻ ബോക്സ് മാറ്റി തന്നു. അതിനുശേഷം ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോ ആ സ്കാനിങ്ങില് ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങളിങ്ങനെ ഈ പഴയ റിപ്പോർട്ടൊക്കെ മാതാവിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യണം, അതായത് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ, റിസൾട്ട് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അന്നത്തെ സാഹചര്യത്തിൽ. അപ്പൊ ഇങ്ങനെ മാതാവ് കൈവടിയല്ലെന്ന് പ്രാർത്ഥിച്ച് അച്ഛന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും 10 ദിവസം കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, ആ സ്കാൻ റിപ്പോർട്ടിൽ 2 കാര്യങ്ങളും നോർമലായി. അതായത് ഹെഡ് ബീറ്റും പെട്ടെന്ന് തന്നെ നോർമലായി, ഫ്ലൂയിഡ് ആവശ്യത്തിലധികം ഉണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി പേടിക്കാൻ, അതായത് ഇപ്പോൾ എല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ആ സന്തോഷത്തിലൂടെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണേ. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പെട്ടെന്ന് ഏട്ടായിക്ക് ഒരു അസുഖം വന്നു. ഫിസ്റ്റുല എന്ന് പറയുന്ന അസുഖമായിരുന്നു. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളുമായിട്ട് കുറെ കാലം പോയി. പക്ഷെ രോഗം വഷളായി. പിന്നെ 8 മാസമൊക്കെ ആയപ്പോഴത്തേക്കിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. സർജറി ചെയ്തേ പറ്റുമെന്നായി. ആ സമയത്ത് അലോപ്പതി റിസ്ക് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ആയുർവേദം റെക്കമെൻഡ് ചെയ്തു. ആയുർവേദം 1 മാസത്തോളം എടുക്കുന്നു പറഞ്ഞു. അപ്പൊ ഇവിടെ 8-ാം മാസത്തിലോട്ട് കടന്നു. 1 മാസം എന്ന് പറയുമ്പോൾ 9-ാം മാസമായി. പക്ഷെ ഞങ്ങൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തിരിച്ചു വരാമല്ലോ എന്നുള്ള കണക്കൂട്ടലിൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ആകുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാലോ, അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ കണക്ക് കൂട്ടിയിരുന്നത്. ദൈവം ഞങ്ങൾക്ക് കൂട്ടിനായിട്ട് ദൈവം അനിയനെ കൊണ്ടുവന്നു തന്നു. അനിയൻ മാറി മാറി ഹോസ്പിറ്റലിലും, ഞങ്ങൾ താമസിച്ചിരുന്ന എറണാകുളത്ത് വടുതല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു കായലോരമാണ്. അപ്പം അവിടെ വീണയുടെ അടുത്ത് അനിയൻ നിൽക്കും. അതിനുശേഷം പകല് തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിലാണ് ഞാൻ അഡ്മിറ്റ് ആയത്, ആയുർവേദ മെഡിക്കൽ കോളേജിൽ. അപ്പൊ അവിടെ അനിയൻ വന്ന് നിൽക്കും. അപ്പൊ അങ്ങനെ മാറി മാറി നിന്നു. ഇങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പൊ പെട്ടെന്നാണ് 2018 പ്രളയം വരുന്നത്. അപ്പോൾ നമുക്കറിയാലോ, ആ സമയത്ത് മുല്ലപ്പെരിയാർ പൊട്ടാൻ നിൽക്കുന്നു, മഴ കണ്ടിന്യൂസ് പെയ്യുന്നു.
ആർക്കും ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പം പെട്ടെന്ന് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഈ കായലിന്റെ അവിടുന്ന് രണ്ടാമത്തെ വീടാണ് ഞങ്ങളുടെ. ഒരു വേലിയേറ്റം വരുന്ന സമയത്ത് ആ കനാലിൽ കൂടി വെള്ളം ഫുള്ള് കയറാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവരും പറഞ്ഞു നമ്മുടെ അവിടെയും വെള്ളം കയറുമെന്ന്. രണ്ടു ദിവസം ആയപ്പോഴത്തേക്കിന് ചുറ്റോട് ചുറ്റും വെള്ളമായി. ഞങ്ങൾ പോകുന്ന പള്ളി ക്യാമ്പായി. അവിടെ മുഴുവൻ ചുറ്റൂർ മുഴുവൻ മുങ്ങുന്ന ഒരു അവസ്ഥയായി. അപ്പൊ എല്ലാ വീടുകളിലും തന്നെ അന്ന് വെള്ളം കയറി. ഞങ്ങൾക്ക് എന്താ ആകെ വീണ്ടും ടെൻഷനായിട്ട് ഇരിക്കുക, എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച്. ഹോസ്പിറ്റലിലാണെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടും അങ്ങനെ എല്ലാവരും പേടിച്ചിരിക്കുവാണ്. പക്ഷെ എനിക്ക് അതിനേക്കാൾ വലിയ പേടി ഈ വയറും വെച്ചുകൊണ്ട് ഇവിടെ ക്യാമ്പിൽ പോകണം, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ്. ക്യാമ്പിൽ പോയി എങ്ങനെ കഴിയും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിങ്ങനെ ദേശീയോട് പ്രാർത്ഥിച്ചു, ഞാനവിടെ ഇല്ല, എനിക്ക് പകരം നീ അവിടെ ഉണ്ടാവണം. പക്ഷെ ദൈവം എനിക്ക് പകരമായിട്ടല്ല, ദൈവമായിട്ട് തന്നെ അവിടെ ഒരു ശക്തിയായിട്ട് അവിടെ നിന്നതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയത്. കാരണം ഞങ്ങളുടെ ആ ഒരു വഴിയിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും വെള്ളം കയറി. ഞങ്ങളുടെ തൊട്ട് ഒരു 100 മീറ്റർ അപ്പുറത്ത് നിന്ന് ഈ വെള്ളം ഈ പെരിയാറിൽ നിന്ന് ഈ കായലിലോട്ട് ചേരുന്ന ആ വെള്ളം വഴി തിരിഞ്ഞ് പോയി എന്നുള്ളതാണ്. ഞങ്ങളുടെ അവിടെ മാത്രം, അതായത് നേരെ ഓപ്പോസിറ്റുള്ള വീടുകളിലൊക്കെ വെള്ളമാണ്. അതുപോലെ ആ ലൈനിൽ മാത്രം വെള്ളം വന്നില്ല, ബാക്കി എല്ലാ സ്ഥലത്തും വെള്ളം വന്നു. അവിടുന്ന് ഞങ്ങൾ രക്ഷിച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ ഓർക്കുമായിരുന്നു, കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണം, അതായത് പോഷകസമൃദ്ധമായ ആഹാരം എന്നതിലുപരി എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കൊടുത്താൽ കുഞ്ഞിന് വേണ്ടതല്ല അതിൽ നിന്ന് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഒരു പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. കാരണം ഈ കുഞ്ഞിനെ ഞങ്ങളുടെ കഴിവുകൊണ്ടോ ഡോക്ടർമാരുടെ കഴിവുകൊണ്ടോ ഒന്നും കിട്ടിയതല്ല, ദൈവം തരുന്ന ഒരു ഗിഫ്റ്റ്. അപ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന മുടങ്ങാതെ കൊടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട്. അപ്പൊ ഞങ്ങൾ അന്ന് ഈ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല, ഫുള്ള് വെള്ളമാണ്, മഴ തോരാതെ നിൽക്കുക. അപ്പൊ ഞങ്ങള് ടെൻഷൻ, ഈശോയെ രാവിലെ വിശുദ്ധ കുർബാന മുടങ്ങല്ലേ എന്നുള്ളതായിരുന്നു. അപ്പൊ രാവിലെ എണീറ്റിട്ട് അത്ഭുതം എന്ന് പറയട്ടെ, ആ കുർബാനയുടെ സമയമായപ്പോൾ വേലിയിറക്കം ഉണ്ടായി, വെള്ളം കുറേയൊക്കെ താന്നു, റോഡിൽ നിന്ന് വെള്ളം ഇറങ്ങി, മഴയുടെ ശക്തി കുറഞ്ഞു. ഞങ്ങൾക്ക് അന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പറ്റി. അങ്ങനെ വീണ്ടും ദൈവം ഞങ്ങളുടെ ആഗ്രഹം, ഇങ്ങനെ സഹനങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സാധിച്ചു തന്നുകൊണ്ട് കൂടെ ഈശോ ഉള്ളംകൈയിൽ ഇങ്ങനെ കൊണ്ടു നടന്നു. അപ്പൊ അതായത് പ്രഭാഷന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. ഇത് ഇപ്പൊ അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് വീട്ടിലോട്ട് പോകണമെങ്കിൽ വഴി മുഴുവൻ ബ്ലോക്കാണ്, ആർക്കെങ്കിലും വന്ന് സഹായിക്കണമെങ്കിൽ ഒന്നും ചെയ്യാനില്ല, എനിക്ക് ആംബുലൻസ് പോവുക താമസിക്കുക എന്നല്ലാതെ. പക്ഷെ അവിടെ ദൈവത്തെ കണ്ണും പൂട്ടി ദൈവത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ദൈവം ഞങ്ങൾക്ക് ഉത്തരം തന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡെലിവറിയുടെ സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പൊ എന്റെ ഏറ്റവും ആഗ്രഹം ഞങ്ങൾ ഡെലിവറിയുടെ സമയത്ത് ഏട്ടായി എന്റെ അടുത്തുണ്ടാവണമെന്നായിരുന്നു. പക്ഷെ ആ ട്രീറ്റ്മെന്റ് നീണ്ടുപോയി, 3-3.5 മാസം ട്രീറ്റ്മെന്റിലായിരുന്നു ഏട്ടായി. ആ സമയത്ത് വരാൻ പറ്റിയില്ല. അപ്പം ഡെലിവറിയുടെ സമയം ഒരു ഞായറാഴ്ച ദിവസം രാവിലെ എനിക്ക് ഒരു 5 മണിക്ക് ആയപ്പോഴത്തേക്കിനും പെയിൻ തുടങ്ങി. എനിക്കറിയാം സമയമായി എന്നറിയാം. പക്ഷെ ഞാനിങ്ങനെ എവിടെയോ വായിച്ചിട്ടുണ്ട്, അതായത് ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ഡിമാൻഡ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നിരസിക്കൂലെന്ന്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ കാലയളവിൽ ആദ്യമായിട്ട് ദൈവത്തോട് ഞാൻ ഡിമാൻഡ് ചെയ്ത് ചോദിച്ചു, എനിക്ക് ഇന്ന് വിശുദ്ധ കുർബാന മുടങ്ങരുത്, കാരണം ഇന്നും കൂടി എനിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കഴിയുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്നാന്ന് അറിയത്തില്ലല്ലോ, അപ്പൊ ഇന്നൂടെ എന്റെ കുഞ്ഞിന് ആ ഭക്ഷണം കൊടുക്കണം, നീ അനുവദിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞായറാഴ്ചയല്ലേ, ഞാൻ കസിന്റെ കൂട്ടത്തിലാണ് പള്ളിയിൽ പോകുന്നത്. അപ്പം കസിൻ 2-ാമത്തെ കുർബാനയ്ക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇനി അവരെ ബുദ്ധിമുട്ടിച്ച് ആദ്യത്തെ കുർബാനയ്ക്ക് പോകാനൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യണം, ഞാൻ 2-ാമത്തെ കുർബാനയ്ക്ക് പോകുള്ളൂ എന്ന് ഈശോയോട് പറഞ്ഞു. അങ്ങനെ ഈശോ അത് സാധിച്ചു തന്നു. അന്നും വിശുദ്ധ കുർബാന അർപ്പിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഡെലിവറി ഒക്കെ എല്ലാം നല്ല, അതായത് ആ ഡെലിവറിയുടെ സമയത്തൊക്കെ എൻ്റെ കയ്യിൽ ജപമാലയുണ്ട്. ജപമാല ചൊല്ലിയാണ് ഞാൻ ഈ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഈ എന്നെ നോക്കിയിരുന്ന ഡോക്ടർ ഒരു മുസ്ലിമാണ്. പക്ഷെ ആ പുള്ളിക്കാരി ഇങ്ങനെ പറയാണ്, ഈ ജപമാല തിളങ്ങുന്നത് കണ്ടോന്ന്. കാരണം അവിടെ ആ ജപമാലയുടെ ഭംഗിയല്ലായിരുന്നു, അവിടെ മാതാവ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞ് പക്ഷെ വീണ്ടും ഞങ്ങൾക്ക് ഒരു പരീക്ഷണം കൂടെ ഉണ്ടായി. പെട്ടെന്ന് കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പം ഫസ്റ്റ് ക്രൈ നടന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് പെട്ടെന്ന് കുഞ്ഞിന് നീല കളർ ആവുകയും ശ്വാസം മുട്ടൽ ഉണ്ടാവുകയൊക്കെ ചെയ്തു. ആ ഹോസ്പിറ്റൽ ചെറിയൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. പെട്ടെന്ന് കുഞ്ഞിനെ ആംബുലൻസിലാക്കി അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കുറച്ച് ദൂരമുണ്ട്, 1 അവർ ട്രാവൽ ഉണ്ട്. എന്നെയും കൊണ്ടുപോയി. പക്ഷെ ഈ സമയത്തൊക്കെ എന്റെ ചുറ്റുമുള്ളവര്, ദൈവം ഈ ഏട്ടായി എന്റെ അടുത്തില്ലെങ്കിലും ആ ഇല്ലാത്തതിന്റെ ആ ഒരു വിഷമം അറിയിക്കാതെ ഒരുപാട് ആൾക്കാരെ എനിക്ക് ചുറ്റും തന്നെ എന്നെ സഹായിച്ചു. ഒരു കുറവും ഒന്നും എനിക്ക് തോന്നിയില്ല. ദൈവം കാത്തു പരിപാലിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുതിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അവിടെ ചെന്നപ്പോൾ കുഞ്ഞിനെ NICUലാക്കി, ഇൻക്യുബേറ്ററിലായിരുന്നു. 3-4 ദിവസം അവിടെ വെച്ചു. പക്ഷേ ആ ഒരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഒരിക്കൽ പോലും കുഞ്ഞിനുണ്ടായില്ല. ഡോക്ടർമാർക്കും അറിയത്തില്ല അതെന്തുകൊണ്ട് വന്നു എന്നറിയത്തില്ല, എങ്ങനെ പോയി എന്നറിയത്തില്ല, ഒന്നുമില്ല. അവിടെ വീണ്ടും ദൈവം ഞങ്ങളെ സഹായിച്ചു. പിന്നെ ഞങ്ങളുടെ വേദന എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് വിശുദ്ധ കുർബാന കൂടാനായിട്ട് പറ്റില്ലല്ലോ, അതാണ്. അതായത് ഞായറാഴ്ച മാത്രമേ എനിക്ക് കോമ്പൗണ്ടിന്റെ പുറത്ത് കിടക്കാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അഡ്മിറ്റ് ആയ പേഷ്യൻസിന് അല്ലാതെ പുറത്ത് കിടക്കാനായിട്ട് അനുവാദമില്ല. അപ്പം ഞാനിങ്ങനെ ഓർത്തു, നാളെ തൊട്ട്, അതായത് തിങ്കളാഴ്ച തൊട്ട് എന്ത് ചെയ്യും? കാരണം ഇവൾക്ക് കുർബാന കൂടാൻ പറ്റത്തില്ല, റിസ്ക് എടുക്കാതെ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. കാരണം ഇവരുടെ ഈ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പെയിനായിട്ട് കിടക്കുവാണ്. നാളെ കുർബാനയ്ക്ക് പോകണം, എന്ത് ചെയ്തും പോകണം. അപ്പൊ ഞാനൊരു കൂടിൻ്റെ ഉള്ളിൽ ഒരു വെള്ളമുണ്ട് പൊതിഞ്ഞ്, ഞങ്ങൾ കയ്യിലാണ് ഹോസ്പിറ്റലിലെ വേഷം, അപ്പം ഷർട്ടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച്
ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച്. കാരണം പ്രഭാഷന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്. അപ്പം അതുപോലെ ഞങ്ങൾക്കും ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അതെ, ഞാൻ രണ്ടും കൽപ്പിച്ച്, കാരണം ഞങ്ങൾക്ക് വേറെ വഴിയില്ല, ദൈവത്തിൽ ആശ്രയിക്കുക അല്ലാതെ വേറെ വഴിയില്ല മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഫ്രണ്ട് ഗേറ്റിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, സെക്യൂരിറ്റിന്റെ കാണല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി. അതിനുശേഷം പള്ളിയിൽ വെച്ച് പള്ളിയിൽ നിന്ന് ഡ്രസ്സ് മാറി കുർബാന കൂടി തിരിച്ച് ബാക്ക് ഗേറ്റിൽ കൂടെ ഡോക്ടർമാർ എൻട്രി ചെയ്യുന്ന സമയമുണ്ട്. ആ സമയത്ത് ഞാൻ അവരുടെ കൂട്ടത്തിൽ അകത്തോട്ട് കയറി. ഒരു ദിവസം പോയി, ദൈവം കാത്തു, ആരും കണ്ടില്ല, കണ്ടെങ്കിലും ആരും പറഞ്ഞില്ല. രണ്ടാമത്തെ ദിവസം അതുപോലെ തന്നെ പോയി. പിന്നെ ആ, പിന്നെ ഈ അച്ഛൻ എന്നോട് പറഞ്ഞു അവിടെ ഈ മുണ്ട് വെക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഹോസ്പിറ്റലിലെ റൂൾസ് ഒക്കെ ഹോസ്പിറ്റലിലെ റൂൾസും പയ്യെ ഞാൻ ഈ കുർബാന കൂടുന്നതിനനുസരിച്ച് ഹോസ്പിറ്റലിലെ റൂളുകളിൽ ഇളവുകൾ വരികയും, ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മറ്റൊരു സുഹൃത്തിനെ കൂടെ എന്നും കുർബാനയ്ക്ക് പോകാനായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കൂടെ വരികയും ചെയ്തു. അപ്പം ഓപ്പൺ ആയിട്ട് മുണ്ട് കൊടുത്തുകൊണ്ട് ഫ്രണ്ട് ഗേറ്റിൽ കൂടെ കുർബാനയ്ക്ക് ഞങ്ങൾ പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു. പക്ഷെ ഞായറാഴ്ചയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഞായറാഴ്ച പ്രസംഗമുണ്ട്. ഈ പ്രസംഗത്തിന്റെ നേരത്തെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല, സർജറി ബാക്കിലാണല്ലോ, അപ്പൊ ഇരിക്കാൻ പറ്റത്തില്ല. പ്രസംഗത്തിന്റെ നേരം മുഴുവൻ ഞങ്ങൾ നിൽക്കണം. അപ്പം ഞാൻ നിൽക്കണം, കാരണം ആദ്യത്തെ ഞായറാഴ്ച ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാവരും നമ്മളെ നോക്കി ഇങ്ങനെ ഒരു ചിരിയിരിക്കും. പക്ഷെ ആ ചിരി സന്തോഷം, കാരണം ഈ 3-ാം മാസത്തിൽ നഷ്ടമാകും എന്ന് ലോകം വിധി എഴുതിയ കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് തന്നു. അപ്പൊ ആ സ്നേഹത്തിന് തിരിച്ചു കൊടുക്കാനായിട്ട് വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ, അതൊക്കെ കൂടെ ചെയ്യുന്ന ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുക. അപ്പൊ ആ ഒരു സഹനമായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല, അത് ഞങ്ങൾ ഏറ്റെടുത്തു. ഇടയിൽ സന്തോഷത്തോടെ അവിടെ എല്ലാവരും കളിയാക്കിയാലും സന്തോഷത്തോടെ അവിടെ നിന്നു. അപ്പൊ ആ കുഞ്ഞാണ് ഞങ്ങൾക്ക് ഒരു പാട്ട് പാടുവേ, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ക്രൂശിൽ നിന്നും എനിക്കായി തന്നോരമ്മയില്ലേ, ക്രൂശിൽ നിന്നും എനിക്കായി തന്നോരമ്മയല്ലേ, എന്റെ കൂടെയാകാൻ എന്നെയുമായി നടത്താൻ സങ്കരങ്ങൾ ആശ്വാസമാക്കാൻ എന്നെ ചേർത്തണയ്ക്കാൻ ഈശോ തന്നു. ഈശോ തന്നു. പിന്നെ ഇങ്ങനെ ഈ സഹനത്തിലൂടെ ഒക്കെ കടന്നുപോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് ഇങ്ങനെ അതായത് പിന്നെ പോകെ ഞങ്ങളുടെ സഹനങ്ങളുടെ നിരക്ക് കുറഞ്ഞു. അപ്പൊ പിന്നെ ദൈവത്തോടുള്ള ആ ഒരു അകലവും കൂടി വന്നു. അതായത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകും, അതൊരു ഡെയിലി റൂട്ടീൻ ആയിട്ട് അങ്ങ് പോയി. ഈ ഒരു ആത്മാർത്ഥതയും ഈ ഒരു സമ്പൂർണ്ണ ഇതൊന്നും ഞങ്ങൾക്ക് ഇത്ര ഒരു ഇതായിട്ടുള്ള ബലിയർപ്പണമൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായില്ല. പോകെ അതായത് ആദ്യം ഞങ്ങള് രണ്ട് കുഞ്ഞുങ്ങളെ രണ്ടുപേരും തോളത്ത് പിടിച്ച് ഞങ്ങൾക്ക് ഒരു 3 കിലോമീറ്റർ നടന്നു പോകാനുണ്ട്. ഒരു പുഴയൊക്കെ ക്രോസ് ചെയ്ത് കുന്നൊക്കെ താണ്ടിയിട്ട് വേണം പള്ളിയിലെത്താനായിട്ട്. അപ്പം ആദ്യം ഈ രണ്ട് കുഞ്ഞുങ്ങളെ വെച്ച് ഞങ്ങള് ഓടുവായിരുന്നു സമയത്ത്, അപ്പം കുർബാന മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പിന്നെ ആയപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ഭൗതികമായിട്ട് ദൈവ സ്നേഹം ഞങ്ങളുടെ അടുത്തൊന്നും കുറഞ്ഞില്ല. ദൈവം ഇങ്ങനെ സഹനങ്ങൾ അനുഗ്രഹങ്ങൾ സ്കൂട്ടർ തന്നു, അതിനുശേഷം കാർ തന്നു. പക്ഷെ ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉയർച്ച തന്നു, ജോലി മേഖലയിലായാലും എങ്ങനെ ആയാലും. പിന്നെ ദൈവം അനുഗ്രഹിച്ച 2 കുഞ്ഞുങ്ങളെ കൂടി തന്നു. പക്ഷെ ആത്മീയമായിട്ട് ഞങ്ങൾക്ക് ഒരു ഉണർവുണ്ടായില്ല. ഉണർവുണ്ടായത് മാത്രമല്ല, ഉള്ളത് ഡ്രൈ ആയി പോവുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഒരു ലോകത്തിന്റെ തിരക്കുകളിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനായിട്ട് അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുകയാണ്. ദൈവിക താല്പര്യങ്ങൾക്ക് ഇപ്പം സന്ധ്യാപ്രാർത്ഥന ആണെങ്കിലും ഞങ്ങൾ ചൊല്ലും, സന്ധ്യാപ്രാർത്ഥന ഉണ്ട്, പക്ഷെ അതിനൊരു ആത്മാർത്ഥതയില്ല. ചിലപ്പോൾ ഉറക്കം തൂങ്ങിയിട്ടായിരിക്കും ചൊല്ലുന്നത്, ഒരു പേരിനെ ചൊല്ലി തീർക്കുന്നു, അങ്ങ് കടമ നിർവഹിക്കുന്നു എന്നുള്ള രീതിയിലായി പോയി ഞങ്ങളുടെ ജീവിതം. പിന്നെ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലിങ്ങനെ ചിലപ്പം ദൈവം പറയുന്നതായിരിക്കും, ഇങ്ങനെ തോന്നുക, ഏതെങ്കിലും ഒരു പ്രയർ ടീമിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഉണർവ് കിട്ടും, ഇങ്ങനെ ഒന്നും പോയാൽ പോരാ, ഈശോയോട് കുറച്ചുകൂടി അടുക്കണം, ദൈവസ്നേഹത്തിൽ ആഴ്പ്പെടണം. അപ്പോൾ പക്ഷേ പ്രയർ ടീം ഈ ഒരു ഏരിയയിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്, അങ്ങനെയൊന്നും ഇല്ല. നമ്മളിങ്ങനെ അന്ന് ഈ ജീസസ് യൂത്തിനെ കുറിച്ചൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഇല്ല, സാഹചര്യങ്ങളില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈശോ ആയിട്ട് ഈ നന്മമരം കൂട്ടായ്മയെ ഞങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് തരുന്നത്. പിന്നെ എഫാത്ത ബൈബിൾ റീഡിങ്ങിൽ ചേർന്ന് ബൈബിൾ വായിക്കാനായിട്ട് പറ്റി. അത് കഴിഞ്ഞ് ഈ നന്മമരം കൂട്ടായ്മയിൽ ചേർന്നു. ഇത് ഞങ്ങൾക്ക് ജീവിതത്തിൽ വീണ്ടും ഒരു വഴിത്തിരിവായി. ശരിക്കും പറഞ്ഞാൽ ആ നഷ്ടപ്പെട്ട ആ ഒരു ദൈവസ്നേഹവും നമ്മളുടെ കുറവുകളും എല്ലാം മനസ്സിലാക്കി. അതായത് ഡിപ്രഷന്റെ എക്സ്ട്രീമിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈശോ ഈ കൂട്ടായ്മയെ കയ്യിലേക്ക് തരുന്നത്. അപ്പം ആദ്യമൊക്കെ സൺഡേ പ്രെയർ മീറ്റിംഗിലാണ് കൂടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഫുൾ ടൈം ഒന്നും ഇരിക്കൂല, അപ്പൊ പിള്ളേരോടൊക്കെ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പൊ അത് വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ടാവും, നമ്മളിത് കേൾക്കുന്നുണ്ടാവും. ഏതെങ്കിലുമൊക്കെ വാക്യങ്ങൾ നമ്മൾ ടച്ച് ചെയ്യും.
അപ്പൊ അങ്ങനെ നമുക്ക് കുറെ ജീവിതത്തിൽ പ്രത്യാശ വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ പിന്നെ പോകെ പോകെ നമ്മൾ ഓരോ കമ്മ്യൂണിറ്റിയിലും ഇങ്ങനെ ജോയിൻ ചെയ്യുകയും, ഇപ്പൊ പിള്ളേരുടെ കാര്യം എടുക്കുവാണെങ്കിലും പിള്ളേരൊക്കെ ആദ്യമൊക്കെ ഞങ്ങൾ പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നേ. പിന്നെ പിന്നെ ആയപ്പം ഈ പിള്ളേർക്ക് ഈ പനി ജലദോഷമൊക്കെ വരുമല്ലോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അത് നിങ്ങൾ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ഈ പള്ളിയിൽ രാവിലെ എണീപ്പിച്ച് കൊണ്ടുപോകുന്ന അതുങ്ങളുടെ ഉറക്കം കഴിയുന്നില്ല, പിന്നെ ഈ തണുപ്പും അടുപ്പിച്ച് ഈ മഞ്ഞും കൊണ്ടിച്ച് ഇതിനൊക്കെ പോകുന്നോണ്ടാ ഈ പനി ഉണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഞങ്ങൾ ഇങ്ങനെ പേടിപ്പിക്കുമായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ വകവെക്കൂലായിരുന്നു, കാരണം ഞങ്ങൾക്ക് ആ തീ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ ആയപ്പം ഞങ്ങൾക്ക് ആ തീ നഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഓ ശരി എന്നാ ഇനിയിപ്പോ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ അവരെ ഉറക്കി കിടത്തിയിട്ട് പള്ളിയിൽ പോകുമായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ആ വിശുദ്ധ കുർബാന നഷ്ടമാകുമായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവരെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുപോകാനായിട്ട് തുടങ്ങി. അതായത് അന്ന് സ്കൂളിൽ പോയില്ലേലും ഇനിയിപ്പോ എന്തെങ്കിലും ക്ഷീണമോ തളർച്ചയോ ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ വൈകിയായിരിക്കും ഉറങ്ങുന്നത്, എന്നാലും രാവിലെ എടുത്ത് പള്ളിയിൽ കൊണ്ടുപോകും. തിരിച്ചു വന്നിട്ട് കിടന്ന് ഉറങ്ങിക്കോ, സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ പറയും. അത്ഭുതം എന്ന് പറഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് എന്ന് വെച്ചാൽ ഈ ആഴ്ചയിൽ ഒരു ദിവസം പനിയായിരുന്നു ഒരിടയ്ക്ക് പിള്ളേർക്ക്, പിന്നെ മാസത്തിൽ 2 തവണ അങ്ങനെ പനിയായിരുന്നു. പക്ഷേ ഈ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന മഞ്ഞും തണുപ്പും ഒക്കെ കൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് തിരിച്ചു വരാൻ തുടങ്ങിയപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ പോകുന്നു എന്ന് കണ്ടപ്പോൾ ഈശോ വലിയൊരു അനുഗ്രഹം തന്നു. ഈ മാസത്തിലുള്ള 2 പനി അല്ലെ 3 പനി എന്നുള്ളത് വർഷത്തിൽ 1-2 പനിയാക്കി ഈശോ മാറ്റി, അതിന്റെ കാഠിന്യവും കുറച്ചു. അപ്പം അതായത് നമ്മൾ ഒരു അല്പം താല്പര്യം ദൈവിക കാര്യങ്ങൾക്ക് ഒരു അല്പം താല്പര്യം കൊടുക്കുമ്പോൾ അവിടെ ദൈവം ഇടപെടുന്നു. ആ ദൈവത്തിന്റെ ശക്തി നമ്മളെ പ്രത്യക്ഷമായിട്ട് കാണിച്ചു തരിക. നമ്മൾ ചോദിക്കാതെ തന്നെ ഈശോ ഓരോ അനുഗ്രഹങ്ങളും തരിക. അപ്പൊ അതായത് ഒരു ദിവസം ഈ നന്മമരം മീറ്റിംഗിൽ ഞങ്ങളിങ്ങനെ നിന്നപ്പോൾ അഡോറേഷന്റെ സമയമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ ആണ്. അപ്പോൾ പക്ഷെ ഞാൻ അഡോറേഷനെ നമുക്കറിയാലോ, നമ്മളിങ്ങനെ ഈ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹമാണ്. അപ്പൊ ആ കാര്യങ്ങൾ മാത്രമേ ഇങ്ങനെ ആരാധനയ്ക്ക് സമർപ്പിക്കുന്നുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ അമലച്ചൻ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചു പറയാം, മൈഗ്രെയിൻ വന്ന് മൂലം വിഷമത അനുഭവിക്കുന്ന ഒരു മകളെ ഇങ്ങനെ ഈശോ സുഖപ്പെടുത്തുന്നു. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ കൂടി അയ്യോ ഈശോയെ, ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് വേദന ഉണ്ടെന്ന്, എന്നാൽ പിന്നെ ഞാൻ പ്രാർത്ഥിച്ച എന്റെ വേദനയും കൂടി പോയതിനകത്ത് ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തു, ഈശോ കഷ്ടമായി പോയി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ചോദിക്കാതെ തന്നെ ഈശോ എന്റെ വേദന എടുത്ത് മാറ്റി. അത് ആ ആള് ഞാനായിരുന്നു. പിന്നെ എനിക്ക് മൈഗ്രെയിൻ വന്നില്ല, അത് എന്നിൽ നിന്ന് മാറി പൂർണ്ണമായിട്ടും. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ വിശ്വാസത്തെ വീണ്ടും ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി. ഈ പിള്ളേർക്കാണേലും നമ്മൾ ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് എത്രയാണേലും. പക്ഷെ ഈ കൂട്ടായ്മ, ഈ നന്മാരും കൂട്ടായ്മ, കുഞ്ഞു നന്മരത്തിലൊക്കെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ആ ഒരു കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടല്ലോ. ഇപ്പൊ മറ്റു കുട്ടികൾ ഇപ്പൊ തന്നെ ഇവർ മറ്റു കുട്ടികളോടൊക്കെ ഈശോയുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങി. സന്തോഷത്തോടെ വിശ്വാസത്തോടെ അവർക്ക് അറിയാം, ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന, ഞങ്ങൾ ചോദിച്ചാൽ തരുന്ന ഒരു അപ്പനാണ് ഈശോ എന്ന് ഉള്ള ബോധ്യം ഇവർക്ക് കിട്ടും. അതൊക്കെ ഈ കുഞ്ഞു നന്മരത്തിലൊക്കെ ഇവർക്ക് കിട്ടുന്നത്. അതായത് ഈ കുഞ്ഞു മനസ്സിൽ പതിയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ഓർക്കോ ഇതൊന്നും ഇവർ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ വേറെ ഏതെങ്കിലും മൊമെന്റിൽ ഇവർ ഇതെടുത്ത് നമ്മളോട് പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ ഇവരെയും ഈ ഈശോയിലേക്ക് വളർത്താനായിട്ട് ഈ കൂട്ടായ്മ ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. മൂത്ത കുട്ടി ഇപ്പം നന്നായിട്ട് ബൈബിൾ വായിക്കുന്നുണ്ട്. അവളിപ്പോ സങ്കീർത്തനം വായിക്കാൻ തുടങ്ങി, 46-ാം അധ്യായം എത്തി. അതുപോലെ തന്നെ അത് ഓരോ ദിവസവും 5 വാക്യം വെച്ചിട്ടാണ് വായിക്കാൻ ഞങ്ങൾ സമയം കൊടുത്തേക്കുന്നത്. ആദ്യം 5 വാക്യം വായിക്കാൻ അരമണിക്കൂറോളം സമയം എടുക്കായിരുന്നു. ഇപ്പൊ 5 തൊട്ട് 10 മിനിറ്റിനുള്ളിൽ അവൾ 5 വാക്യം വായിച്ചു തീർക്കും. അതിന്റെ ലാംഗ്വേജ് വളരെ ഇമ്പ്രൂവ് ആയി, വചനം വായിക്കുന്നതിനുള്ള അഭിഷേകവും കിട്ടി, ധൈര്യത്തോടെ അവൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ സങ്കീർത്തനം 45-ാം അധ്യായം എത്തി, ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ മറ്റു കുട്ടികൾക്കാണെങ്കിലും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ ഒരു വചനം, ബൈബിളിൽ ഏതെങ്കിലും ഒരു വചനം എടുത്തിട്ട് നമ്മൾ വായിച്ചു കൊടുക്കും, അവരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിപ്പിക്കും. വചനം അല്ലേ, അതിന്റെ തീ അവർക്ക് കിട്ടാതിരിക്കും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്യുവേ. പിന്നെന്ന് വെച്ചാൽ ഈ ആത്മീയമായിട്ട് ഡ്രൈ ആയിരുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ആ സമയം ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിലും ഇടർച്ച ഉണ്ടായി. ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടു. അപ്പൊ നമുക്കറിയാലോ, ആര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആത്മീയമായിട്ട് നമ്മളെ വളർത്തുന്നില്ലെങ്കിൽ ഒരു ബന്ധത്തിനും ഒരു കൂട്ടുകെട്ടിനും ആഴം ഉണ്ടാവില്ല, അതെന്തായാലും ബ്രേക്ക് ആയി പോകും. അപ്പൊ അങ്ങനെ ഞങ്ങൾക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതായത് ആദ്യത്തെ ആ ഒരു സ്നേഹവും താല്പര്യവും ഒക്കെ പിന്നെ പിന്നെ പോകെ അതും കുറഞ്ഞു വരിക. എന്തുകൊണ്ടാണ്? ഈശോയിൽ നിന്ന് ഞങ്ങൾ അകന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ വീണ്ടും ഈശോയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അത് 10 മടങ്ങായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. പിന്നെ അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ പറയാനല്ല, അതായത് ഇപ്പം ഞങ്ങൾ തമ്മിൽ ചില ഇഷ്ടക്കേട്, ഇപ്പൊ നമുക്ക് കുടുംബങ്ങളല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടക്കേടുകൾ ഉണ്ടാവും, പിണക്കങ്ങൾ ഉണ്ടാവും. പക്ഷെ ഞങ്ങള് അന്ന് വിവാഹ സമയത്ത് അച്ഛൻ പറഞ്ഞ ആ ഒരു കാര്യം ഞങ്ങളുടെ മനസ്സിൽ, അതായത് നിങ്ങൾ 2 പേരല്ല, ഇനി മുതൽ നിങ്ങൾ 3 പേരാണ്. അതായത് നിങ്ങളുടെ ഇടയിൽ കർത്താവുണ്ട്. അപ്പൊ ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓടിച്ചെന്ന് പറയുന്നത് ഈ ആൾക്കാരയിൽ ഈശോയുടെ അടുത്ത. അപ്പൊ മൂന്നാമതൊരാൾ, ഞങ്ങളുടെ ഇടയിലെ ഒരു പ്രശ്നം മൂന്നാമതൊരാൾ അറിയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഈശോയാണ്. അപ്പൊ ഓടിച്ചെന്ന് ഈശോയോട് പറയാം. അപ്പൊ ചിലപ്പം ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഒരു പ്രശ്നം ഉണ്ടായി, ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ ഭാഗം കൊണ്ട് കഴിവും കൊണ്ട് നേടാന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഈശോയോട് പറയൂല, നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ മനസ്സിലാവും ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, ഇതിനൊരാൾ വേണം. അപ്പൊ ഓടിച്ചെന്ന് ഈശോയോട് പറയും. ഈശോ ആ നിമിഷം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. അതാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവസ്നേഹം. അതായത് നമ്മൾ എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ 0 ആവുന്നോ അപ്പോഴൊക്കെ ദൈവം ഹീറോ ആയിട്ടുണ്ട്. അതേസമയം ദൈവത്തിന് സ്ഥാനം കൊടുത്തില്ല, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ അടപടലം പരാജയമാണ് ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ മാതാവിന്റെ സ്നേഹം നമ്മൾ പറയണേ, ഞങ്ങൾക്ക് 2 പ്രാവശ്യം ഇപ്പൊ വിമല പ്രതിഷ്ഠ ചെയ്യാൻ പറ്റി.
ഇപ്പം ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം, അതായത് ഈശോയും മാതാവൊക്കെ ജന്മഭാവം ഇല്ലാതെ ജനിച്ചവരാണ്, അവർക്ക് ആ, അവർക്ക് ദൈവത്തിന്റെ കൃപ ആവോളം ഉണ്ട്, അതുകൊണ്ട് അവർക്ക് വിശുദ്ധിയിലൊക്കെ ജീവിക്കാൻ പറ്റും, അവർക്ക് ഇങ്ങനെ ദൈവസ്നേഹത്തിൽ നന്നായിട്ട് നിൽക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ദൈവം കൂദാശകൾ തന്നിട്ടുണ്ട്. അതായത് വിശുദ്ധ കുർബാനയും കുമ്പസാരം നമുക്ക് നിരന്തരം ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വിശുദ്ധ കുർബാനയും ഈ എല്ലാ കൂദാശകളിലൂടെയും ദൈവം തന്നെയാണ് നമ്മുടെ ഉള്ളിലോട്ട് വരുന്നത്. അപ്പം ഈ ദൈവത്തിനുള്ള അതേ കൃപകൾ നമുക്കും കിട്ടുവാണ്, നമ്മുടെ ഉള്ളിലോട്ടും വരുവാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അവരെ പോലെ, മാതാവിനെ പോലെ, ഈശോയെ പോലെ നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റും. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, ഈശോയെ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറ്, ഈശോയെ, യോഹന്നാൻ ശ്ലീഹായെ ഈശോയെ മാതാവ് ഈശോയെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിച്ചല്ലോ. അപ്പം മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, മാതാവ് നീലങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കണമേ, യോഹന്നാൻ ശ്ലീഹായെ പോലെ ഞങ്ങളെയും മക്കളായിട്ട് ദത്തെടുക്കണമേ, ഈശോയെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ ആ ഒരു പ്രത്യേക ഒരു സ്നേഹം മാതാവ് നമുക്ക് തരും. ഇപ്പൊ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണെങ്കിലും മാതാവിനോട് ചേർന്നാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ഇപ്പം നമുക്കൊരു മാതാവിന്റെ ഒരു പെയിൻ ഉണ്ടല്ലോ. ഇപ്പൊ സ്വന്തം മകൻ ഇങ്ങനെ ക്രൂസിൽ ഏറുന്ന ആ മുറിഞ്ഞ് രക്തം ചിന്തുന്ന മുറിയുന്ന ആ ഒരു വേദന ഉണ്ടല്ലോ, അത് മാതാവ് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ മാതാവിന് എത്രത്തോളം ഹൃദയം മുറിയുന്നു, അതുപോലെ നമുക്കും മാതാവിനോട് ചേർന്ന് ഈ കൂദാശകൾ അർപ്പിക്കുമ്പോൾ, മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഉള്ളിലും ആ ഒരു ഫീല് വരും, ആ ഒരു സ്നേഹം വരും. പിന്നെ ഞങ്ങളിങ്ങനെ ഈ വിശുദ്ധ കുർബാന പിള്ളേർക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കൂടാൻ തുടങ്ങിയ പിന്നെ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പഠിപ്പിക്കാനൊക്കെ ഇരിക്കുവാണെങ്കിലും നമ്മൾ ഒരുപാട് എഫോർട്ട് എടുക്കേണ്ട കാര്യം വരുന്നില്ല. അവർക്ക് പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കും. ജസ്റ്റ് നമ്മൾ ഒരു സപ്പോർട്ട് കൊടുത്താൽ മാത്രം മതി, അവർക്ക് അത് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ആണെങ്കിലും അവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊന്നും ഇപ്പൊ പാട്ട് പാടാൻ പറ്റുന്നുണ്ട്, ഞങ്ങളാരും പാട്ട് പാടുന്നവരൊന്നുമല്ല. അതൊക്കെ ദൈവം കൊടുക്കുന്ന ഓരോ ഗിഫ്റ്റുകളാണ്. ഇപ്പൊ സ്കൂളിലാണെങ്കിലും ടീച്ചർമാർ പറയും, ഇപ്പം എന്തിനേലും ഒരു സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ അവരോട് ആദ്യമൊക്കെ ഈ രാവിലെ പള്ളിയിൽ കൊണ്ടുവരുന്നതിനൊക്കെ ടീച്ചർമാർ ഇങ്ങനെ ഇച്ചിരി വിഷമമൊക്കെ പറയുമായിരുന്നേ. പക്ഷെ ആ ടീച്ചർ തന്നെ ഇവർക്ക് സമ്മാനം കിട്ടുമ്പോൾ ഇവരോട് പറയും, നിങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ വന്നുകൊണ്ട് ഈശോ തന്ന ഗിഫ്റ്റ് ആണ് ഇതെന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെ ഈശോ ഞങ്ങളുടെ ജീവിതത്തെ ഒരുപാട് അനുഗ്രഹിച്ചു. നമുക്ക് ഒരു നിമിഷം മാതാവിനോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറയാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദരിദ്രം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും നിൽക്കാണ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.